ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയാണ് മുൻ തന്ത്രിയായിട്ടുള്ള കണ്ഠര് രാജീവരെ ഇഞ്ചക്കലിലെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹത്തെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുക. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അപ്പം നേരെ വൈദ്യ പരിശോധന പൂർത്തിയായാൽ ഉടൻ തന്നെ നേരെ അദ്ദേഹത്തെ അങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ആദ്യം ഈ ഇനോവയിലാണ് വന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ അതിനുശേഷം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാഹനത്തിൽ തന്നെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ 2 മണിക്കൂറോളം എടുത്തുള്ള ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കിയിരുന്നു. അതിൽ പൂർത്തിയായ ശേഷമാണ് ഇപ്പോൾ മുൻ തന്ത്രി കണ്ഠര് രാജീവരെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കി അദ്ദേഹത്തെ നേരെ കൊണ്ടുപോകുന്നത് അങ്ങോട്ടായിരിക്കും. നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഉന്നതൻ അത് ശബരിമലയിലെ മുൻ തന്ത്രിയായിട്ടുള്ള കണ്ഠര് രാജീവർ തന്നെയാണ്. അദ്ദേഹത്തെ നേരത്തെ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അന്ന് കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നു, അത് മൊഴിയെടുപ്പ് മാത്രമായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ ക്രൈംബ്രാഞ്ചിലുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. SP ശശിധരന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 2 കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ടായിരുന്നു. ഒന്ന്, ഈ ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് മുൻ തന്ത്രിയായിട്ടുള്ള കണ്ഠര് രാജീവരാണ് എന്നുള്ള ഒരു മൊഴി നേരത്തെ പത്മകുമാർ നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ ശബരിമലയിൽ നിന്ന് എന്ത് വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകുന്നെങ്കിലും അതിന് ഈ തന്ത്രിയുടെ അനുമതി വേണം. അപ്പം ഇത്രയും വില വെടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കൾ അത് ദ്വാരപാലക ശില്പപാളികളായാലും കട്ടളപ്പാളികളായാലും ഇത് പുറത്തു കൊണ്ടുപോകുമ്പോൾ തന്ത്രിയുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയില്ല. തന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെ ഇത് കൊണ്ടുപോയി എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥരും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒക്കെ തന്നെ മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് ഇത് തന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇവ രണ്ടും കൊണ്ടുപോയി എന്നുള്ള കണ്ടെത്തൽ പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ. വിശദമായിട്ടുള്ള ഈ 2 കാര്യങ്ങളും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടും അതേപോലെ തന്നെ കസ്റ്റഡി അപേക്ഷകളും കൊടുക്കുമ്പോൾ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഏതൊക്കെ വലിയ വകുപ്പുകൾ അദ്ദേഹത്തിന് ചുമത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. റിമാൻഡിലേക്ക് പോകും. കസ്റ്റഡി അപേക്ഷ കൊടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിലേക്ക് വാങ്ങുക എന്നുള്ള കാര്യമാണ് അവരുടെ മുമ്പിലുണ്ടായത്. എന്തായാലും ഈ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നിശ്ചയിച്ചിരുന്നു. ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് താനല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഈ ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അനുമതി ഞാൻ കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ തന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയെന്നുള്ള കാര്യം ഈ SIT കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ പറയുന്ന പോലെ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ, അതായത് ഈ സ്വർണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഗൂഢാലോചനയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം തന്ത്രി കണ്ഠര് രാജീവർക്ക് ലഭ്യമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. കാരണം ഈ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം പോയി പൂജ ചെയ്തിട്ടുണ്ട് കണ്ഠര് രാജീവർ. അതിനെല്ലാം തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്രകാരമായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന പോലെ പലയിടത്തായിട്ട് പോയി പൂജയൊക്കെ ചെയ്തു. അപ്പം അവിശുദ്ധ ബന്ധം എന്തെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനി അദ്ദേഹത്തെ കസ്റ്റഡി വാങ്ങിയ ശേഷം വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ ചോദ്യം ചെയ്യലിൽ നിന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തന്ത്രിയിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് നമുക്ക് ഈ റിമാൻഡ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഈ കസ്റ്റഡി അപേക്ഷ കൈ കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് അതിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതിന് നിലവിൽ തെളിവില്ല. കാരണം ഈ 2 കാര്യങ്ങൾക്കപ്പുറം ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയി അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏത് തരത്തിലാണ് ഏതെങ്കിലും തരത്തിൽ തന്ത്രി സഹായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തന്ത്രിയുടെ പങ്ക് എങ്ങനെയാണ്, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം തന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിലുള്ള നിർണായകമായ ചില ചോദ്യങ്ങൾ SITയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ അത് റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അത് എന്താണ് കൂടുതൽ വിവരങ്ങളെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ അല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടാകും. വൈദ്യ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ നേരെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്കാണ് കൊണ്ടുപോവുക. ജീന സനുവാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് നടന്നത് തന്ത്രിയുടെ. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സനുവ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സനുവിലേക്ക് എത്താൻ ഇപ്പോൾ അക്ഷയ ചേരുന്നുണ്ട്. ജനറൽ ആശുപത്രിയിലാണ് അക്ഷയ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അക്ഷയ, തന്ത്രിയുടെ ചോദ്യം ചെയ്യൽ അവിടെ പൂർത്തിയായി. ഇനി ജനറൽ ആശുപത്രിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാകുന്നത്. എത്ര മണിയോടുകൂടി അവിടെ അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്?
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രിയെ SIT സംഘം 2 മണിക്കൂറോളം നീണ്ട